വെൽക്കം ടു TBVC അഗെയിൻ. നമ്മുടെ കയ്യിൽ ഇന്നുള്ളത് ഒരു 1965 മോഡൽ വില്ലീസ് ജീപ്പാണ്. വില്ലീസ് എന്ന് പറയുമ്പം ഇമ്പോർട്ടഡ് വെഹിക്കിളാണത്. ഇമ്പോർട്ടഡ് വെഹിക്കിൾ, പക്ഷേ ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ജീപ്പിൻ്റെതാണ്, നോർമൽ ജീപ്പിൻ്റെതാണ്. അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വണ്ടികൾ ഇതിന് മുമ്പ് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഫീച്ചർ ചെയ്ത വണ്ടി ജീപ്പ് തന്നെ, നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ജീപ്പുകളൊക്കെ നമ്മൾ ഫീച്ചർ ചെയ്യണം. ഈ വണ്ടീനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ്. അതായത് ഇമ്പോർട്ടഡ് സാധനമാണ്. എന്നാലും ചുമ്മാ നാട്ടിൽ അവിടെ ഇവിടെ ഒന്നും കിട്ടുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നല്ലൊരു വീഡിയോ, ഇതിൻ്റെ നല്ലൊരു അടിപൊളി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 1965 മോഡൽ വില്ലീസ്, 1965 മോഡൽ നോർമൽ വില്ലീസ് അല്ല, ഹൈ ബോണറ്റ് വില്ലീസാണ്. ഹൈ ബോണറ്റ് വില്ലീസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ചെറിയ ലൈറ്റും ഇതൊക്കെയുള്ള വില്ലീസിനേക്കാളും നമ്മൾ നോർമൽ ജീപ്പിൻ്റെ ഡിസൈനിൽ വരുന്ന വില്ലീസാണ്. ഇതിന് ലെറ്റ്സ് ബിഗിൻ ഫ്രം ദ ഫ്രണ്ട് ഇറ്റ് സെൽഫ്. അതായത് സിമിലർ ടു ആർ നോർമൽ ജീപ്സ്, സ്റ്റാർട്ടിങ് വിത്ത് ഫ്യൂ ഫോഗ് ലാംപ്സും കാര്യങ്ങളും ഉണ്ട്. ഹെഡ്ലൈറ്റ്സിന് 2 ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫോർ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. അല്ലാണ്ട് ഹെഡ്ലൈറ്റ്സിന് യൂഷ്വലി ഗ്രില്ല് കൊടുക്കുന്നത് വേറെ പേർപ്പസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ വില്ലീസിൽ വന്നിട്ടുണ്ടായിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബമ്പറിനകത്താണെങ്കിൽ നമുക്ക് 2 ടോഗ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കേസ് ഓഫ് എനി എമർജൻസീസ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കെട്ടി വലിച്ചു കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഈ വണ്ടി 4-wheel ഡ്രൈവ് ആണ്. ഇതിൻ്റെ ഗിയർ ബോക്സ്, എഞ്ചിനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചിപ്സിയുടെ ഒന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല, വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മാപ്പ് റീഡിങ് യൂണിറ്റ്സ് അവിടെ കാണാൻ പറ്റും. വേറെ ഫ്രണ്ടിൽ കാര്യമായിട്ടില്ല. പിന്നെ വണ്ടിയുടെ ബോഡി ലൈൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ സിമിലർ ആയിട്ടുള്ള ജീപ്പിന് സിമിലർ ആയിട്ടുള്ള ബോഡി ലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് ഹാൻഡിൽസിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് വണ്ടിയിൽ കയറുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിടിച്ച് കയറാൻ, അതുപോലെ തന്നെ വണ്ടി എവിടെയെങ്കിലും ചളിയിലോ അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലത്ത് കുടുങ്ങി കഴിഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, അപ്പം കുറച്ച് വണ്ടി പൊക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വന്ന് ഇത് ബോഡി പൊക്കി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സൈഡിലായിട്ടും കൂടി ഒരു കോർണറിന് കാണാൻ പറ്റാത്ത ആംഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വിസിബിൾ ആകാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ വില്ലീസ് 1965 മോഡൽ വില്ലീസിൻ്റെ കട്ട് ചേസ് ജീപ്പിൻ്റെ ബോഡിയാണ്. ഇതിൻ്റെ വണ്ടിയുടെ ഓണർ റെസ്റ്റോറേഷൻ പ്രോജക്റ്റിൽ ബോഡി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വില്ലീസിൻ്റെ ബോഡിക്ക് പകരം നമ്മുടെ നോർമൽ ജീപ്പിൻ്റെ ഹൈബോണറ്റ് ജീപ്പിൻ്റെ ബോഡിയാണ് ഇട്ടിരിക്കുന്നത്. ഹൈബോണറ്റ് ജീപ്പിൻ്റെ ബോഡിയും നമ്മുടെ നോർമൽ വില്ലീസിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇറ്റ്സ് ബേസിക്കലി ദ സിമിലർ സ്റ്റാഫ്. ബിക്കോസ് ഓൾ ദീസ് വെഹിക്കിൾസ് ആർ ബെയർ ബോൺസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ വണ്ടികളിൽ എന്താണെന്ന് വെച്ചാൽ മെക്കാനിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഓഫ് റോഡ് പോകാനാണെങ്കിൽ 4-wheel ലിവേഴ്സും ആക്സിൽസ്, ഗിയേഴ്സ്, ട്രാൻസ്മിഷൻ കാര്യങ്ങൾ, ഇത്രയുള്ള എഞ്ചിന് ബോഡി കഴിഞ്ഞു. ഇവിടെ തീരും ഇങ്ങനത്തെ വണ്ടികൾ. നമുക്ക് ഇലക്ട്രോണിക്കലായിട്ട് മെക്കാനിക്കലായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും നമുക്ക് തലവേദന എടുക്കാൻ പറ്റുന്നതൊക്കെ സാധനങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിച്ചത്, സിറ്റിംഗ് ഏരിയ കാണിച്ചത്. കാരണം ദിസ് ഈസ് ബോട്ട് ആസ് വെൽ ആസ് സിറ്റിംഗ് ഏരിയ. സോ കട്ട് ചെയ്ത ജീപ്പ് ആകുമ്പോൾ നമ്മുടെ നോർമൽ ജീപ്പിനേക്കാൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാകും. ചെറിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഗ്യാപ്പത്തോളം ഡിഫറൻസ് വരും നമുക്ക് വണ്ടിയിലിരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മോനീസിനെ വിളിക്കാം. മോനീസ് വാ, ജസ്റ്റ് ഒന്ന് ഇരുന്നൊന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴുള്ള സ്പേസ്, റൈഡ് കംഫർട്ട് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി ഇതാണ് പറയുന്നത്, കാല് തട്ടൊന്നുമില്ല. പക്ഷേ 4 പേര് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ജിപ്സിയുടെ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ ബാക്കിൽ ഇരിക്കുക എന്നുള്ളത്. സിമിലർ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. സോ ദാറ്റ് ഈസ് നോട്ട് ടു ബി മെൻഷൻഡ് ആസ് എ നെഗറ്റീവ് ഹിയർ. പക്ഷേ പഴയ ജീപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്തായാലും ഡോറ് തുറന്ന് ഇനി ഫ്രണ്ടിലും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സോ അഗെയിൻ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ജീപ്പിൽ, വില്ലീസിലും അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും വന്നിരുന്ന ബേസിക് ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ എൻ്റെ KRK ജീപ്പിലുള്ള പോലെ തന്നെ 3-speed ട്രാൻസ്മിഷനാണ് വരുന്നത്. റിവേഴ്സ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അത്രേ ഉള്ളൂ. പിന്നെ 4-wheel ഡ്രൈവിൻ്റെതാണെങ്കിൽ നമ്മളെ MDI ജീപ്പിലൊക്കെ വന്നിരുന്ന പോലത്തെ ഒരു സ്റ്റിക്കാണ് വരുന്നത്, അതായത് സിംഗിൾ സ്റ്റിക്ക്. അപ്പം ഒരു U പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു 4-wheel ഡ്രൈവിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് വരുന്നത്. സോ ബേസിക്കലി എഞ്ചിനും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊന്നും ഒറിജിനൽ വന്നതല്ല. കാരണം ഒറിജിനൽ സ്റ്റോക്ക് വില്ലീസിന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ 2 ലിവർ സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് 4-wheel ഡ്രൈവ് എൻഗേജ് ചെയ്യാനും ഒരെണ്ണം ഡിസെൻഗേജ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരെണ്ണം 4-wheel ലോ ഹൈ എന്നുള്ള ആ ഒരു സ്കീമിലായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് റിസ്റ്റോറേഷനിൽ വന്നൊരു സംഭവമാണ്. ഇതിൻ്റെ വണ്ടിയുടെ ഹിസ്റ്ററിയാണ് നമുക്ക് മെയിനായിട്ട് അറിയാനുള്ളത്. ഹിസ്റ്ററിനെ കുറിച്ച് പറയാൻ ഇതിൻ്റെ ഒരു ആളുണ്ട്, അത് പറയാനുള്ളത്. ആരാന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം വീഡിയോ. അപ്പോൾ ഗിയറിൻ്റെ ഞാൻ പറഞ്ഞു, നോർമൽ ഗിയർ 3 ഗിയർ സിസ്റ്റമാണ് വരുന്നത്, സിംഗിൾ ലിവർ. പിന്നെ നമുക്ക് വരുന്നത് മീറ്റേഴ്സാണ് വരുന്നത്. മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്പീഡോമീറ്റർ ഉണ്ട്, മഹീന്ദ്രയുടെ സ്പീഡോമീറ്ററാണ്. അതൊക്കെ റിസ്റ്റോറേഷനിൽ പല വില്ലീസിൻ്റെ പാർട്സും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ ബേസിക്കലി മഹീന്ദ്രയുടെ സ്പീഡോമീറ്റർ ഉണ്ട്. And then there's this temperature gauge ഉണ്ട്, ഫ്യൂവൽ ഗേജ് ഉണ്ട്, ആംപിയർ മീറ്റർ ഉണ്ട്, ഓയിൽ മീറ്റർ ഉണ്ട്. പിന്നെ കുറച്ച് ടോഗിൾസും കാര്യങ്ങളും പല എക്സ്ട്രാ ഫിറ്റിങ്സിനും കാര്യങ്ങളൊക്കെ ഉള്ള. ഇവിടെയും ഒരു ലൈറ്റിൻ്റെ ഒരു സ്പോട്ടാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് സ്വിച്ച്, എഞ്ചിൻ സ്റ്റോപ്പ് സ്വിച്ച്, എഞ്ചിൻ കെൽ സ്വിച്ച് എന്നൊക്കെ പറയും.
പിന്നെ ഇതിന് വണ്ടിക്ക് ഡോർസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പുഷ് ബാക്ക് സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊന്നും ഒറിജിനൽ കണ്ടീഷനിലുള്ള വണ്ടിയുടെ ഒറിജിനൽ സംഭവങ്ങളല്ല. പക്ഷേ സോ ബേസിക്കലി ദിസ് ഈസ് എ പാർട്ട് ഓഫ് എന്താ പറയുക, കുറച്ച് നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. എന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷറി കംഫർട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടുപോകാനും പറ്റില്ല. സോ ബേസിക്കലി ഇത് സംവെയർ ഇൻ ബിറ്റ്വീൻ ഓഫ് ദോസ് ടു കാറ്റഗറീസ്, റൈറ്റ്? സോ അങ്ങനെയുള്ളൊരു വണ്ടിയാണിത്. അതായത് പഴയ വണ്ടിയാണ്, 65 മോഡലാണ്, നമുക്ക് യൂസേജ് നടക്കണം, എന്നാലത് നമുക്ക് ആ ഒരു പഴമ കീപ്പ് ചെയ്യാൻ വേണം. വണ്ടീൻ്റെ ഇൻറ്റീരിയർ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടീൻ്റെ എൻജിൻ ബേ, ബോണറ്റ് തുറന്നിട്ട് എൻജിൻ ബേ ഒക്കെ ഒന്ന് കാണാം. എൻജിൻ ഏതാണെന്നുള്ളത് ഒന്ന് ബോണറ്റ് തുറക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ, തുറക്കാൻ. സോ ഇതാണ് വണ്ടീൻ്റെ എൻജിൻ ബേ. കം ക്ലോസോ. ഈ എൻജിൻ ബേ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളത് നമ്മൾ MDI എൻജിനാണ്. സോ ലൈക്ക് ഐ സൈഡ് ഇൻ ദ പ്രീവിയസ് വീഡിയോ, MDI എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2003, 2004 ജീപ്പിലൊക്കെ വന്നിട്ടുള്ള സാധനമാണ്. ബൂസ്റ്റർ ബ്രേക്കാണിത്, ബൂസ്റ്ററാണെന്നുള്ളത്. ഓയിൽ ക്ലച്ച് ഉണ്ട്, അതുപോലെ 2 ഹോൺ ഉണ്ട്. ഹോൺ എന്ന് പറയുമ്പോൾ ഹോണിൻ്റെ സൗണ്ട് ഏകദേശം എന്തായിരിക്കും, പേപ്പേ ഹോൺ ആയിരിക്കും അല്ലേ? പേപ്പേ ഹോൺ. ഓക്കെ, റേഡിയേറ്റേഴ്സിനകത്ത് കൂളൻ്റ്, എയർ ഫിൽറ്റർ, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. സോ ഇറ്റ്സ് വെരി ബേസിക്. ഇനി ഞാൻ നേരെ താഴോട്ട് വാ, കമോൺ. താഴെ ആണ് നമ്മുടെ 4 വീൽ ഡ്രൈവിൻ്റെ ആക്സിൽ, ഷാഫ്റ്റ് കാര്യങ്ങളുള്ളത്. അതായത് 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാനുള്ളത്, നമ്മുടെ ആക്സിൽസ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടീനകത്ത് ചെയ്തിട്ടുള്ള വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ഇത് ഡിസ്ക് ബ്രേക്ക് ആണുള്ളത്. കാണാൻ പറ്റുമോ അറിയില്ല, ഡിസ്ക് ബ്രേക്ക് ആണുള്ളത്. ലോക്കേഴ്സ് ഉണ്ട്, ലോക്കേഴ്സ് ടൈറ്റാണ്, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഇൻ ഇറ്റ്സ് സ്പാനേഴ്സ് ഫോർ ദാറ്റ്. ഈ വണ്ടി പിന്നെ എൻ്റെ അളിയൻ്റെ വണ്ടിയാണ്. അളിയൻ പറഞ്ഞാൽ ബ്രദർ ഇൻ ലോ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാദർ പിന്നെ സിവിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രൈവറായിരുന്നു 1980കളിലും അതിൻ്റെ പിന്നോട്ടുള്ള സമയത്ത്. ഏർലി 70s അതുപോലെ തന്നെ 80s ഒക്കെ ഈ അളിയൻ്റെ ഫാദർ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഡ്രൈവറായ ടൈമിൽ, ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ അളിയനെയും അതുപോലെ തന്നെ അളിയൻ്റെ പെങ്ങന്മാരെയും ഓലൊക്കെ ചെറിയ കുട്ടികളായുള്ള സമയത്ത് കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു ഇത്. അങ്ങനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1992 ആ സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഓപ്ഷനിൽ വെച്ചു. അങ്ങനെ ഈ വണ്ടി ലേലത്തിന് വിളിച്ചു പോയി. അങ്ങനെ തൃശ്ശൂരുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് എടുത്തിരുന്നത്. തൃശ്ശൂരിലെ വ്യക്തി എടുത്ത് ഒരു 15 or 16 years മേ ബി, ആ ലോങ് പീരീഡ് തന്നെ മൂപ്പര് കൈവശം വെച്ചു. അങ്ങനെ അളിയൻ പിന്നെ കുറേ കാലമൊക്കെ പുറത്തൊക്കെ ആയി, പിന്നെ കുറച്ച് അത്യാവശ്യം സെറ്റിലൊക്കെ ആയ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ വണ്ടി തിരിച്ചെടുക്കാമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇത് തപ്പിപ്പോയത് തന്നെ 2014 എൻ്റെ ഒരു അറിവ്. അപ്പം എൻ്റെ കസിൻ സിലു ഓലൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ തപ്പി പിടിച്ച് തൃശ്ശൂർ എത്തിയപ്പം ഈ RC ഓണറുടെ പേരിൽ 2 ആൾക്കാർ. അങ്ങനെ ഈ വണ്ടി പിന്നെ അവിടെ നിന്നും തപ്പി പിടിച്ച് പിന്നെ ആളെ കിട്ടിയപ്പോൾ മൂപ്പരും വേറെ പാർട്ട്ണറും കൂടിയാണ് ഇത് എടുത്തിരുന്നത്. അങ്ങനെ ഓരോ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും വാങ്ങി പോന്നു. ഈ വണ്ടി തെരഞ്ഞുപോയി അങ്ങനെ സാധനം കിട്ടി. രണ്ടാമത് പിന്നെ ഒരാഴ്ച ശേഷം എല്ലാവരും കൂട്ടി, ഒരു 2-3 ആൾക്കാരൊക്കെ കൂട്ടി. അളിയുടെ സ്ഥലത്തില്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാർ, എൻ്റെ സിലു കസിനൊക്കെ ആയിട്ട് പോയിരുന്നത്. അങ്ങനെ ഓല് പോയി ഇത് അവരോട് സംസാരിച്ച് സെൻറ്റിമെൻ്റലായിട്ട് കുറച്ച് ഡയലോഗ്സ് ഒക്കെ അടിച്ചപ്പോൾ ഓല് ഓക്കെ പറഞ്ഞ് അങ്ങനെ ഈ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോഴിക്കോടേക്ക് കൊണ്ടുവന്ന് പിന്നെ അളിൻ്റെ കെയർ ഓഫിൽ 2-3 വർക്ക്ഷോപ്പുകാരൊക്കെ കൂട്ടി പണിത് A to Z പണിത് ഫുൾ പീസാക്കിയിട്ട് ചേസ് മുതലേ അങ്ങ് പണി തുടങ്ങി. ഇപ്പോൾ ഈ വണ്ടി ഈ കണ്ടീഷനിലെത്തി. അങ്ങനെ ഈ കളറ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അളിയൻ്റെ ഫാദറിനോട് ഒപ്പീനിയൻ ചോദിച്ചു. അപ്പോൾ അളിയൻ്റെ ഫാദർ പറഞ്ഞ് ഈ കളർ ഏതാണോ ആ കളർ തന്നെ എനിക്ക് മതി. അങ്ങനെയാണ് ഈ കളറ് മിക്സ് ചെയ്ത കഥ വേറെയും പറയാനുണ്ട്. അത്രയ്ക്കും ഇൻറ്റിമേസി ആയിരുന്നു അളിയൻ്റെ ഫാദറിന് ഈ കളറും. അങ്ങനെയാണ് ഈ വണ്ടി ഇവിടെ എത്തിയത്. ഇപ്പം ഇവിടെ ഉണ്ട്, ഇനി എന്നും ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്തുകൊണ്ട് ജീപ്പ് ഓഫ് റോഡ് വെഹിക്കിൾസ് എന്നൊക്കെ പറയാം. ചില വണ്ടികൾക്ക് ഇതുപോലെ ഒരുപാട് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വണ്ടി വെറുതെ റോട്ടിൽ കിടന്നിട്ട് ഓടുന്ന സാധനമല്ല. ചില ആൾക്കാരുടെ പാഷനായിരിക്കും, ചിലപ്പോൾ അയാളുടെ ഡ്രീം ആയിരിക്കും. അപ്പോൾ ഈ വെറുതെ റോട്ടിൽ കിടന്നിട്ട് ഓടുന്ന സാധനമാണെങ്കിൽ നമുക്ക് ആ പോട്ടെ വെക്കാമെന്ന് പറയാൻ പറ്റും. അപ്പോൾ പിന്നെയും ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ പല വണ്ടികളുടെ ബാക്കിലും പല ഹിസ്റ്ററീസ് ഉണ്ട്. ഹിസ്റ്ററീസ് എന്ന് പറയും ചിലപ്പോൾ ഒരു ഫാമിലിനെ തന്നെ എന്താ പറയുന്നത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിരിക്കാം. മേ ബി ഒരു ലൈവ്ലിഹുഡിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വണ്ടിയായിരിക്കും. മേ ബി കുറേ കാലം ചെറുപ്പം തൊട്ട് മേ ബി ലൈക്ക് ഫ്രം ഏജ് 5 or 10 അങ്ങനെ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ മനസ്സിലിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയായിരിക്കാം. അങ്ങനെ ഒരുപാട് ഹിസ്റ്ററീസ് പല വണ്ടികൾക്കും ഉണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് ഈ വീഡിയോ ഇനി വൈൻഡ് അപ്പ് ചെയ്യാൻ വന്നിട്ട് അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും ഹിസ്റ്ററിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംതിങ് സിമിലർ ടു ദിസ് സംതിങ് നോളജബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ടിൽ ദെൻ ഗുഡ് ബൈ.